അപ്പോൾ ഞങ്ങൾ കൊടികുത്തിയ സ്പോട്ട് കണ്ടെത്തി. ഇതാട്ടോ, ഇതുകൊണ്ടാണ് കൊടുകുത്തിമല എന്ന് പറയുന്നത്. ഇവിടെയാണ് പുള്ളി കുത്തിയത്. അപ്പോൾ പൈപ്പിൻ്റെ വണ്ണം കണ്ടോ, അതിൻ്റെ അകത്താണ് മോട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ സൗത്ത് മാറാടി, മൂവാറ്റുപുഴയ്ക്കടുത്ത് സൗത്ത് മാറാടിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ആളുടെ സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കോട്ടോ. അവിടെ എന്തൊക്കെ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്, വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഏരിയയിലേക്ക് ആദ്യമായിട്ട് വരുവാണ്, അതുകൊണ്ട് വഴി കറക്റ്റ് അറിയില്ല. പുള്ളി ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഈ സൗത്ത് മാറാടിയിൽ നിന്ന് ഊരമന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേനും മീറ്റ് ചെയ്യാമെന്ന് ഉള്ളൊരു പ്ലാനിൽ ഞാൻ 5 മണിക്ക് ഇറങ്ങി പോകുന്നതാണ്. 10 കിലോമീറ്റർ ഇപ്പോൾ തന്നെ ചവിട്ടി, ഒരു 4 കിലോമീറ്ററോടെ കഷ്ടിച്ച് ചെയ്തിട്ടുള്ളൂ. ആളവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പുതിയ വഴികളാട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഏരിയയിലേക്ക് ഇതിന് മുന്നേ വന്നിട്ടില്ല. ആകെ പരിചയമുള്ളത് നമ്മൾ കുറച്ച് നേരം MC റോഡിൽ കൂടെ കയറി ഓടിയായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് ഇതിലേക്കോ കയറി മൊത്തം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ റോമി ബ്രോ ഉണ്ട് കേട്ടോ, ഇന്ന് നമ്മുടെ ഇവിടെ ആളെത്താറായിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇങ്ങോട്ട് പോന്നോ? അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയിരിക്കും കേട്ടോ, അതെ ഫ്രണ്ടിൽ പോകണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ മീറ്റപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സ്ഥലം ഏതാ ബ്രോ? കറക്റ്റ് സ്പോട്ട് ഏതാ? അല്ല അതല്ല, ഇപ്പം നമ്മൾ പോകുന്നത് കൂടെ ഈ കൊടികുത്തിമല. അപ്പോൾ ഈ സ്ഥലം കായനാട് എന്ന് ഇവിടെ ബോർഡൊക്കെ കാണാം. ഒരു മേളിലേക്ക് വലിയൊരു കയറ്റം കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടല്ലേ, കുറേ ദൂരം. ഇത് കയറി ചെല്ലുന്ന ഒരു വ്യൂ പോയിന്റ്, കൊടികുത്തി വ്യൂ പോയിന്റ് അല്ലേ? പുള്ളിക്കൽ പാറ. ഏതൊക്കെയാ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. ബ്രോ എങ്ങനെയാണെന്നാ കൊണ്ടോക്കോട്ടോ, നമുക്ക് കറക്റ്റ് സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റോമി ബ്രോ വഴി തെറ്റി മുന്നോട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ച് കറക്റ്റ് ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. ബ്രോ നല്ല കയറ്റം കേട്ടോ. ഇതെല്ലാം ഇറങ്ങി വന്നേ. അപ്പോൾ ബ്രോയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം ഇറങ്ങി വന്നാട്ടോ. ഇറങ്ങി വരേണ്ട ആവശ്യമില്ല, മേളിൽ നിന്നാൽ കയറുന്നു. കുഴപ്പമില്ല, ചവിട്ടി കയറ്റാന്ന് അവിടെ. പിന്നല്ലാതെ ചവിട്ടിക്കോ ബ്രോ, ചവിട്ടിക്കോ. പുതിയ സൈക്കിളൊക്കെ വാങ്ങിയിട്ട് ആള് പുതിയ സൈക്കിള് വാങ്ങി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അല്ലേ ബ്രോ? ഈ സൈക്കിൾ വാങ്ങാനുള്ള പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഒരു ജീവൻ തിരിച്ചു കിട്ടിയൊരു കാര്യമാണ്. അത് നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. കൊള്ളാം, വണ്ടി ഇനി ഉണ്ട് ചവിട്ടിട്ട്. എന്നാൽ കയറ്റം ചവിട്ട്, പുതിയ വണ്ടി ചവിട്ടി തകർന്നോടെ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബ്രോനെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലോ. പരിചയപ്പെടുത്തിക്കോ. എൻ്റെ ഒരു അഭിഷേകം എന്നാണ്, എൻ്റെ ഒരു ചൂണ്ടിയാണ്. ചൂണ്ടി, പുത്തൻകുരിശ് പോണ വഴി. ചൂണ്ടി എന്ന് പറയുമ്പോൾ പുത്തൻകുരിശുള്ള ചൂണ്ടി, ആലുവ ചൂണ്ടി അല്ല. പുത്തൻകുരിശല്ലേ? എല്ലാവർക്കും ആലുവ ചൂണ്ടിയാണ്. അപ്പം ഞങ്ങൾ കുറെ നാളായി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? ജൂലൈ തൊട്ടേ പറയണതാ, കാണാൻ പറ്റും. അതെ അതെ അതെ. അപ്പം പോയേക്കാം, മേടിച്ചല്ല അല്ലേ? നല്ല എലവേഷൻ ഉണ്ടല്ലോ. അതെയോ? ഓ, അപ്പോൾ നല്ല ഗ്രേഡാ അല്ലേ? കൊടികുത്തിമല. അടിപൊളി, കൊള്ളാലോ. ഓ, ഇത് ഡൗൺ ഹിൽ അടിച്ചാ പോകുന്നേ ബ്രോ അല്ലേ? അടിപൊളി. അമ്മോ, കയറ്റമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇല്ല, പാറമടൊക്കെയാണെന്ന് നടക്കാം. ടിപ്പർ ഇറങ്ങി വന്നെ രാവിലെ തന്നെ. അഭിഷേക് പുറയിലുണ്ട്. പുള്ളി കയറ്റം കുറേ നാളായി ചവിട്ടി എന്ന് പറഞ്ഞിട്ട് തള്ളിക്കൊണ്ട് വരും കേട്ടോ. നല്ല കിഡിലൻ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. ഞാൻ ബ്രോയ്ക്ക് ഒരു കമ്പനി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ഇത്രയും വിചാരിച്ചില്ല കയറ്റം എന്ന് പറഞ്ഞപ്പോൾ. അതെ അല്ലേ? ചവിട്ടാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അതെ അല്ലേ? പാറമട വല്ലതും ഉണ്ടോ മേളിൽ? അതാ ടിപ്പർ ഇറങ്ങി തന്നെ. ഇവിടെ നിങ്ങളുടെ ബ്രോ ആ വഴിയല്ലേ? എങ്ങനെയുണ്ട് കയറ്റം? അടിപൊളിയല്ലേ? ഇതിലാണോ വന്നേ? അപ്പോൾ ബ്രോയ്ക്ക് ഡൗൺ ഹില്ലും ക്ലൈംബും കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ. ഏത് നമ്മളിപ്പോൾ പോകുന്നതാണ്? പുള്ളിക്കൽ പാറയാ? വ്യൂ പോയിന്റ് അല്ലേ? പുള്ളിക്കൽ പാറ. ഇതിലേ ഓടിച്ചുകൊണ്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഓഫ് റോഡൊന്നുമല്ല. അത് തന്നെ, ഇവിടെ റോഡ് ബൈക്ക് കൊണ്ട് പോകണോ നോക്ക്. പിന്നല്ല,
റബ്ബർ തോട്ടം. ഇത് ചക്ക കായ്ച്ചു കിടക്കാൻ നോക്കി, നല്ല വിളഞ്ഞാക്കി കേട്ടോ. വലിപ്പം കുറച്ച് മൂത്ത അത് കണ്ടാ അറിയാം. ഇതിവിടെ ആൾക്കാരൊക്കെ വരുന്നതാണോ ഈ വ്യൂ പോയിന്റില്? ആ ആ ആ വഴി കണ്ടാ അറിയാം കേട്ടോ, ഒരു നടപ്പ് വഴി ഉള്ളൂ. ആ അല്ല ആ അത് തന്നെ. അവിടെ ഇത് സൈൻ ബോർഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വ്യൂ പോയിന്റ് ഒന്നും ആരും പറയില്ല ഇവിടെ. സൈക്കിൾ എടുത്തോണ്ട് പോട്ടോ, എന്നറിയോ ചെയിൻ്റെ ഒക്കെ അകത്ത് ഇത് കുടുങ്ങി കയറും വള്ളി. ആ അടിപൊളി, നമ്മൾ സ്ഥലം എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. മഞ്ഞ് കുറവല്ലേ? ഉണ്ട് മഞ്ഞ് ഒട്ടില്ലെങ്കിൽ കുറേ ദൂരം കാണാൻ പറ്റും, മലനിര പോലെ. ആണോ? ആ അത് ഏതാ ഏരിയ ഏതാ ബ്രോ? ഏരിയ ഏതൊക്കെയാ? അങ്ങോട്ടേക്ക് എനിക്ക് തോന്നണ മലയാറ്റൂർ സൈഡൊക്കെയാണെന്ന് തോന്നുന്നു. അതെയോ? സൺറൈസ് ചുവന്ന തൊടുത്ത് കയറി പോരുന്നുണ്ട്. ഈ പാറ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, കുറേ അങ്ങ് നടന്നു പോകാനായിട്ടുണ്ട്. താഴെ ഒരു വലിയൊരു വീട്, അത് നമ്മൾ കയറി വന്നെ ആ ഒരു വഴി തന്നെ കാണാറുന്നു. കണ്ടു ഞാൻ റിസോർട്ടാന്ന് പറയുള്ളൂ, അത്ര വലിയ വീടാട്ടോ. അതെ, പഞ്ചായത്ത് മെമ്പറിൻ്റെ വീടാണോ? ആ അതെയോ? ഒരു റിസോർട്ടൊക്കെ പോലെ ഉണ്ടല്ലേ. ഈ ചൂട് ടൈം ആയതുകൊണ്ട് പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുവാണേ. ഇതുണ്ട്, ഇത് പണ്ട് ഈ സംഭവം ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ഇവിടെ അഭിഷേകിൻ്റെ നാട്ടിൽ ഈ ലൊക്കേഷനിൽ കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ആ ഈ ഒരു പാറ, പിന്നെ നമ്മൾ മറ്റേ പാറ ഏതാ പറഞ്ഞേ? കൊടുകുത്തി. ആ കൊടുകുത്തിമല. ആ കൊടുകുത്തിമല ഉണ്ട്. ഇതല്ലേ? ആ ശരി ശരി. അപ്പോൾ ബ്രോ പഠിക്കുവാണോ? ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യാം. ആ ആ അപ്പോൾ ഇന്ന് ക്ലാസ്സിന് കയറണം അല്ലേ? ഞങ്ങൾ കാരണം മിക്കവാറും ക്ലാസ്സിൽ പോകാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എത്ര ഉള്ളൂ കേട്ടോ. ഇനി കൊടുകുത്തിമലയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദൂരം ഉണ്ട്? അത്രേ ഉള്ളൂ അല്ലേ? ആ റാലി ഇതെത്രയാ ബ്രോ? 20 രൂപ? 20 രൂപയ്ക്ക് അല്ലേ? ഇക്കനോസ് എലൈറ്റ് റാലിയുടെ നല്ല വണ്ടി കേട്ടോ. അത് 23 രൂപയാണ്ട സൈറ്റിൽ കാണിക്കുന്നത്. 20 രൂപയ്ക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഈ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ചോദിക്കാറുണ്ട് ഈ റേഞ്ചിൽ. 20 രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. നല്ല ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ റാലി അപ്പോൾ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. ടൂർണി റിയറിൽ ഓൾട്ടസ് M310 ഫ്രീ വീലാണ് കിടക്കണേ. പക്ഷെ നമുക്ക് ക്യാസറ്റ് ഇത് 8 സ്പീഡ് സപ്പോർട്ട് ചെയ്യും. ക്യാസറ്റിലേക്ക് ഇടാം, ഹബ്ബ് മാറി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് മാറ്റാൻ പറ്റും കേട്ടോ. ഇത് ലോക്ക് ഉണ്ടല്ലേ? സസ്പെൻഷൻ ലോക്കൗട്ട് ഉണ്ട്. ആ പ്രീ ലോഡ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ, പ്രൈസിന് കുഴപ്പമില്ല. റാലിയുടെ വണ്ടിയാണ്, അതുകൊണ്ട് അതൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിറ്റ് എത്ര? 15 കിലോ എന്തായാലും. 15 കിലോ അത് കൂടില്ല. 13-14 കാണുമായിരിക്കും. ആ അലോയ് കേട്ടോ, അലോയ് വണ്ടിയാണ്. പറഞ്ഞ ഫുള്ള് റിവ്യൂ ആയി പോകും, കംപ്ലീറ്റ് സമയം പോകും. നമ്മളെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നല്ല വണ്ടി കേട്ടോ. ആ ഒരു പ്രൈസിന് 20 രൂപയ്ക്ക് അടിപൊളിയാണ്. അത് തന്നെ ഞാനത് ആലോചിക്കുന്നത്. ഇത് ഉറപ്പാണ്? ഇത് തന്നെയാണ് വഴി? സ്റ്റെപ്പ് ഇതാണെങ്കിൽ ആ മാപ്പിൽ കാണിക്കണത് ഇതിൻ്റെ മണ്ടയിലായിട്ടോ. അതെയോ? ആ അപ്പോൾ ഇത് തന്നെ. അപ്പോൾ നമ്മുടെ കൊടുകുത്തി മലയിലേക്ക് ഇതിലേക്ക് പോട്ടെ. സ്റ്റെപ്പ് കയറി പോകണമെന്ന് പറഞ്ഞാൽ സൈക്കിൾ കൊണ്ടുപോകത്തില്ല. ഇവിടെ ഈ വീട്ടിൽ വയ്ക്കണോ? ആ വീടാ മേളിൽ. അപ്പോൾ ഞങ്ങളുടെ സൈക്കിളൊക്കെ അതെ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ഇത് തൊണ്ട് ചെറിയ തൊണ്ടെന്നല്ല, നിങ്ങളെന്താ പറയുന്നത്? തൊണ്ട് വഴി മേളിലേക്ക് കയറും കേട്ടോ. ഈ തൊണ്ടെന്ന് പറയുന്നത് ചില നാട്ടിലൊക്കെ ചകിരിയുടെ തന്നെയല്ലേ പറഞ്ഞേ, തേങ്ങയുടെ. ആ നമ്മുടെ നാട്ടിൽ അതും പറയും ഇതിനും പറയും. ഈ ഇടവഴിയില്ലേ, ഓരോ നല്ല മണ്ണിട്ട ഇടവഴികളൊക്കെ, അതിന് തൊണ്ടെന്ന് പറയും കേട്ടോ. ആ അപ്പോൾ ഇവിടെ ഏതൊക്കെയോ സാഹിബ്മാർ വന്നിട്ടുണ്ടെന്നാണ് അഭിഷേക് പറയുന്നത്. എന്താണ് അതിൻ്റെ കഥ? എന്താണ്? എനിക്ക് തോന്നുന്നത് ഈ രാജഭരണകാലത്ത് കണ്ട് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് സാഹിബ്മാരെ കണ്ട് ഈ സ്ഥലം സർവേ ചെയ്യാനോ അങ്ങനെ എന്തിനോ വേണ്ടി വന്നപ്പോൾ ഓരോ മലയുടെ മുകളിൽ പോയി ഓക്കെ സ്ഥലമാണെന്നുള്ളൊരു. ആ സാഹിബ്മാർ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് അവർ സർവേ ചെയ്യാനായിട്ട് എന്തോ കൊടി കുത്തി അല്ലേ? കൊടി മലയുടെ മേളിൽ കുത്തി, അങ്ങനെയാണ് കൊടികുത്തി മല. ഈ കൊടികുത്തി മല വേറെ സ്ഥലത്തും കേട്ടോ. ഞാൻ ബ്രോ കൊടികുത്തി മല എന്ന് പറഞ്ഞപ്പം നോക്കി മലപ്പുറത്ത് അവിടെ കാണിച്ചേ. പല സ്ഥലത്ത് ഈ സെയിം പേരിലുള്ള സ്ഥലങ്ങളുണ്ട്. മലയുടെ ടോപ്പിലെത്തി നമ്മൾ. ആ ഇത് നമ്മൾ ആദ്യം പോയേക്കാലും അടിപൊളിയാണെന്ന് പറഞ്ഞേ. എന്താ ബ്രോ, ടാങ്കാണോ? ആ
ആ കൊടി കുത്തിയതിൻ്റെ എന്തെങ്കിലും കാണാൻ പറ്റും? അടയാളം എന്തോ ഉണ്ടോ? ഒരു അടയാളം ഉണ്ട് ഇവിടെ. ആ ഇത് നമ്മുടെ മലബാർ സൈഡിലേക്ക് ചെല്ലുമ്പോഴത്തേന് വെട്ടുകല്ലില്ലേ? ആ വെട്ടുകല്ലാട്ടോ മൊത്തം ഈ പ്രദേശത്ത്. നല്ല ഉറപ്പുള്ള മണ്ണാണ്. സായിപ്പേ കൊടി കുത്തിയ സ്ഥലം നോക്കി നടക്കുക. എവിടെയാന്ന് അടയാളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെയാന്നാ ബ്രോ പറഞ്ഞേ. ഇവിടെ എവിടെയാ വട്ടത്തിൽ ഈ പുല്ല് നോക്കേ ഉണങ്ങി നിൽക്കുന്നേ. അപ്പോൾ ഞങ്ങൾ കൊടി കുത്തിയ സ്പോട്ട് കണ്ടെത്തി. മലയുടെ ഉച്ചിൽ ആ ഇതാട്ടോ, ഇതുകൊണ്ടാണ് കൊടികുത്തി മല എന്ന് പറയുന്നത്. ഇവിടെയാണ് പുള്ളി കുത്തിയത്. കണ്ടോ ചെറിയൊരു മാർക്ക് കണ്ടോ, കുഴി കണ്ടോ? അത് വേറെ രണ്ട് കുത്തിയ ബ്രോ. സംഭവം ശരിക്കും അത് തന്നെയാണോ? ഐതിഹ്യം അല്ലേ? ആ ഇവിടെ ഒരു കൊടിമരത്തിൻ്റെ ഒക്കെ താഴെ കെട്ടി വെക്കില്ല, അതുപോലെ ഒരു സംഭവമൊക്കെ ആട്ടോ. അപ്പോൾ ഇതാണ് കൊടികുത്തി മല. ഇവിടെ വ്യൂ പോയിന്റ് ഏതാ ബ്രോ? വ്യൂ പോയിന്റ് അതാണോ? ആ എന്നാ എൻ്റെ മേളിൽ കയറാം. ആ വാട്ടർ ടാങ്ക് ആട്ടോ. ഈ വെള്ളം ഇവിടെ നിന്ന് അടിച്ചു കയറണം. താഴെ മൂവാറ്റുപുഴയാറിൽ നിന്നായിരിക്കും മിക്കവാറും. കാരണം ഈ പ്രദേശം ഏറ്റവും ഉയരമുള്ള കുന്നല്ലേ. 2 ടാങ്കുണ്ട്, 2 ടാങ്ക് ആട്ടോ. ഇതാട്ടോ വ്യൂ പോയിന്റ്. ഇവിടെ ഭിത്തിയിലൊക്കെ എഴുത്തും കുത്തു പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതിക്രമിച്ച് കയറണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ മേളിലേക്ക് കയറി. ഇവിടെ നിൽക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് വ്യൂ പോയിന്റ് അല്ലേ? ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിട്ടേ കാണാവുള്ളൂ. കോളേജിന്റെ അടുത്തും കൂടി ആയതുകൊണ്ട് കുഴിയാന ഇഷ്ടംപോലെ കുഴിയാനുണ്ട്. ഇതിൻ്റെ തൊണ്ടോന്ന് നോക്കിയാലോ? അതിൻ്റെ തൊണ്ട് നമ്മൾ ഇത് കുത്തി നോക്കി ഇങ്ങനെ കാണാം. അവരുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ആയിട്ടുള്ളത് ഇതേ ഉള്ളൂ. മലയാണെങ്കിലും അങ്ങനെ ഒരു പെർഫെക്റ്റ് മലയല്ല. ആ വ്യൂ പോയിന്റ് അങ്ങനെയുള്ള ഇവിടെ ചെറിയ സ്ഥലം തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആണോ? ആ ഫ്ലോട്ട് തിരിച്ചേക്കണത്. അതായിരിക്കും എന്തായാലും. ഇവിടെ ഒരു വഴിയാണല്ലേ പൈനാപ്പിൾ തോട്ടത്തിന്റെ ഇപ്പുറം. ഇതാട്ടോ വ്യൂ പോയിന്റ്. ഏതാ ബ്രോ വഴി? ഏതാ? അല്ല ഇത് വെട്ടുകല അരിയാൻ വേണ്ടിട്ട് കട്ട് ചെയ്തേക്കണോ? അല്ല അല്ലേ? ഇത് സ്ഥലം എടുത്തേക്കണതാണ്. പക്ഷെ ഇത് നോക്കേ ബ്രോ, അല്ല ഇതുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വെട്ടുകലിന്റെ ഇതുണ്ടോ? ഷേപ്പ് ഉണ്ടോ? താഴെ 2-3 കട്ട കിടപ്പുണ്ട്. ഇനി അതിനാണോന്ന് അറിയില്ല. പക്ഷെ അതാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കല്ലോ. ഇത് JCB കൊണ്ട് പിടിച്ചേക്കണതാ. അസല് വെട്ടുകല്ലാട്ടോ. അതെ അതെ. കല്ല് കിടക്കുന്നുണ്ട്. അപ്പം അതിന്റെ എന്തെങ്കിലും ആവശ്യം വേണ്ടിയിട്ടായിരിക്കും. അതായിരിക്കും കേട്ടോ. ഈ നിലം മൊത്തം നല്ല ഉറപ്പല്ലേ നോക്കി. ഇതുണ്ടോ? നല്ല ഉറപ്പുള്ള നല്ല ഗുഹ. ഇവിടെ അടുത്തൊരു ഗുഹ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോണ വഴി നമുക്ക് കറക്റ്റ് അറിയില്ല. അത് ഈ വെട്ടുകലിൻ്റെ കയറി പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ അഭിഷേക് ബ്രോയുടെ ആ ഒരു സ്റ്റോറി പറഞ്ഞില്ലല്ലോ. സൈക്കിള്, പുതിയ സൈക്കിൾ വാങ്ങിക്കാനുള്ള ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടോ. അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ട്. ഇപ്പോൾ എത്ര മാസമായി ഇത്? അത് സംഭവിച്ചത് ടീച്ചേഴ്സ് ഡേ ആണ്, September 5. അത് വമ്പനൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജീവനോടെ നിൽക്കുന്നത്. അതൊരു കോസ്മിക്കിൻ്റെ ഒരു MTB അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഇടയ്ക്കാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അത് എങ്ങനെ സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ വടയമ്പാത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. പുത്തൻകുരിശിന് കാക്കനാട് പോണ വഴി. അപ്പോൾ ആ വളവിൽ ഞാൻ ജസ്റ്റ് സൈക്കിൾ നിർത്തിയിട്ടൊരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്കിഡിന്റെ സൗണ്ട് കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാറ് നമ്മുടെ നേരെ ആ ഒരു വളവ് കഴിഞ്ഞ് നമ്മുടെ നേരെ വന്നുകൊണ്ടിരുന്നു. അതിന്റെ ഒരു ക്ലിപ്പുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ബ്രോഡ് ഉണ്ടല്ലേ, ആ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. അതിങ്ങനെ സ്കിഡായി വന്ന് ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ബ്രോ റോഡ് സൈഡിൽ നിൽക്കുവായിരുന്നു, വെറുതെ നിൽക്കുവാറുണ്ടോ. മേത്തേക്ക് ഇടിച്ച് കയറണ്ടായിരുന്നു. സൈക്കിള് ഇടിച്ചിട്ട് ബ്രോ ആ ഒരു കറക്റ്റ് സമയത്ത് ഇങ്ങനെ മാറിയതുകൊണ്ട് ദേഹത്തേക്ക് വന്നില്ല. അത് മാറി എന്നിട്ട് സൈക്കിള് ഇതിൻ്റെ ഈ കാറിൻ്റെ അടിയിൽ ഉടക്കിപ്പോയി. എന്നിട്ട് അത് വലിച്ചുകൊണ്ട് കുറേ ഒരു 100 മീറ്റർ ദൂരം മേളിൽ പോയിട്ടോ. അങ്ങനെ തീയൊക്കെ പറന്ന ആ ഒരു സ്പാർക്ക് ഉണ്ടോ. ഞാൻ ആഡ് ചെയ്തേക്കാം വീഡിയോയിൽ, നിങ്ങൾ കണ്ടു നോക്കട്ടെ. അത് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് തന്നെ പറയാം കേട്ടോ. അതെന്താ വെച്ചാൽ പിന്നെ കാറ് നിർത്തിയില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ട്രേസ് ചെയ്തതെന്ന് വെച്ചാൽ, എന്നാൽ ബ്രോ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇത് സംഭവം. എന്നിട്ട് CCTV ഫുട്ടേജ് കിട്ടി അവിടെ പമ്പിൽ നിന്നല്ലേ? പമ്പിൽ നിന്നും കിട്ടി. പഞ്ചായത്തിൻ്റെ ഒരു ക്യാമറ പുതിയത് 2 ക്യാമറയിൽ നിന്ന് ഫുട്ടേജ് കിട്ടി. എന്നിട്ട് ഈ കാറിൻ്റെ നമ്പർ, ആ കാറെന്ന് വെച്ചാൽ നമ്മുടെ തൊടുപുഴക്കാരൻ്റെ ആണ് കറക്റ്റ്. ഞാനതിപ്പം പുള്ളി അത് സോൾവ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ. തൊടുപുഴ രജിസ്ട്രേഷൻ RTOയുടെ വണ്ടിയാണ്. എന്നിട്ട് അങ്ങനെ ഈ ട്രേസ് ചെയ്ത് കാറിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇവരെ കോൾ ചെയ്തു. അങ്ങനെയാണ്, ആൾ നിർത്തിയില്ല. അന്നേരമാണ് പുള്ളി റെസ്പോണ്ട് ചെയ്യണേ. എന്നിട്ട് എന്നാ പറഞ്ഞേ പുള്ളിക്കാരൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് പുള്ളി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എന്നെ ക്ഷീണം കാരണം മയങ്ങിപ്പോയതൊക്കെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് വീഡിയോ ഫുട്ടേജ് കണ്ടിട്ട് തോന്നണത് പുള്ളി നല്ല സ്പീഡിലുള്ള വളവിട്ട് വന്നിട്ട് പെട്ടെന്ന് വളച്ചപ്പോൾ
എന്നാ വണ്ടിക്ക് ഗ്രിപ്പ് ലൂസായി സ്കിഡ് ആയതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് നമ്മൾ ഈ ആളെ കണ്ടുപിടിച്ച് ഇങ്ങനെയാട്ടോ, അല്ലെങ്കിൽ അറിയുമില്ല ഇന്ന ആളെ പോലും അറിയില്ല. CCTV അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് ഒരാഴ്ച മുമ്പ് കണ്ടു വെച്ചാന്നാ പറഞ്ഞു പഞ്ചായത്ത്. അങ്ങനെ ഒരു ഒരാഴ്ചക്കുള്ളിലാണ് ആളെ കണ്ടുപിടിച്ചത്. എന്നിട്ട് വേറെ നല്ല പുള്ളി സൈക്കിള് മേടിക്കാനുള്ള പൈസ കൊടുത്തു അങ്ങനെ ഒതുക്കി തീർന്നു. പക്ഷെ അതൊരു എന്താ പറയാല്ലേ, ഒരു പുള്ളി സൈക്കിളും കൊണ്ടുപോയി പഴയ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. പുള്ളി പറഞ്ഞ ന്യായം എന്താന്ന് വെച്ചാൽ പുള്ളി സൈക്കിളിന്റെ ഫുൾ കാശ് ഇങ്ങോട്ട് തന്നോണ്ട് ഞാൻ ഈ സൈക്കിളും കൊണ്ട് വേറെ കാശും കൊണ്ട് വേറെ സൈക്കിൾ വാങ്ങാൻ പോകാലോ, അതുകൊണ്ട് ഇപ്പൊ പൊട്ടി സൈക്കിളും കൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പോകണില്ലാത്തതുകൊണ്ട് ആ സൈക്കിൾ പുള്ളിക്ക് കൊടുക്കാണെന്ന് പറഞ്ഞു. പിന്നെ പോലീസും പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. നമ്മുടെ നാട്ടില് പ്രശ്നമുണ്ടോ നമുക്ക് ഈ നാട്ടില് ഇനിയിപ്പോ നമ്മൾ അതിന്റെ പുറകെ പോവാണെങ്കിൽ ബ്രോ അതാ ഇപ്പം ഇവൻ വേറെ സൈക്കിൾ മേടിച്ചാലും ഇല്ലെങ്കിലും അത് അവരെ അതിന്റെ കാര്യമില്ല. അത് ഞാൻ ബ്രോഡ് വന്ന് പറഞ്ഞത്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞ സൈക്കിൾ കൊടുക്കരുത്. അത് പോലീസുകാർ പറഞ്ഞു തന്നെ, പോലീസുകാർ കൊടുക്കാൻ പറഞ്ഞില്ലേ? അതെ അവിടുത്തെ ഫുൾ മിസ്റ്റേക്ക് ആണ് ബ്രോ. ഒരു നമുക്കൊരു കേസായിട്ട് സ്റ്റേഷൻ ഓർത്തൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ചെന്ന രീതിയാണ് പോലീസ് ബിഹേവ് ചെയ്ത്. വിളിച്ചിട്ട് പിന്നെ അവര് പറഞ്ഞു ഇത് പോലീസ് കേസൊക്കെ ആക്കണോ, നമുക്ക് പുതിയ സൈക്കിൾ വാങ്ങിച്ചു തരാം, എന്തെങ്കിലും പരിക്ക് പറ്റുമെങ്കിൽ ആശുപത്രി കൊണ്ട് ചിലവ് ഞങ്ങൾ ഫുൾ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഇത്രയും വലിയ കംപ്ലൈന്റ് ആയ സ്ഥലത്തേക്ക് അല്ലാതെ ആദ്യമേ അല്ലായിരുന്നു പറയണ്ടേ, ഇടിച്ചിട്ട് അല്ലേ? അതാ ഇടിച്ചിട്ട് പോയപ്പം അത് അന്നേരം അല്ലായിരുന്നു പറയണ്ടേ. വണ്ടി അവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഇത്രയും സൈക്കിളും പോകില്ലായിരുന്നു. SI എന്നാ പറഞ്ഞ കേസെടുക്കാൻ പോയ റാഷ് ഡ്രൈവിങ്ങിന്റെ ഇതില് എന്തോ 750,000 രൂപ സംതിങ് ഫൈൻ മാത്രമേ പുള്ളിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. ഫുട്ടേജ് കണ്ടിട്ട് അങ്ങനെ ഇത് തോന്നുന്നില്ല, കാരണം പുള്ളി മനഃപൂർവ്വം കൊണ്ടുവന്ന് കയറ്റിയതല്ല, വണ്ടി സ്കിഡായി പോയതാണ്, ഉറങ്ങിപ്പോയതാണെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ പോലീസ് അത് വിശ്വസിച്ചാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് നിയമം. 700 രൂപയിൽ ഒതുക്കാൻ പറ്റിയ കേസേ ഉള്ളൂ. ഞാൻ കുറെ നെറ്റിലൊക്കെ അന്വേഷിച്ചു, അപ്പൊ വക്കീൽമാരോടൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞ റാഷ് ഡ്രൈവിങ്ങിന്റെ ഇതിലെ വരുവോളൂ പറഞ്ഞു മിക്കവരും. എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഇതാണ് നമ്മളൊരു കേസിന് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇതുകൊണ്ടൊക്കെയാണ് എല്ലാവരും മടിക്കുന്നത്. ഈ ആക്സിഡന്റ് സ്പോട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ അവിടെ വെച്ച് വഴിയിൽ വെച്ച് ഒത്തീർപ്പാക്കാനുള്ള കാരണം ഏതാ, നമ്മളതിന്റെ പുറകെ പോയിട്ടിട്ടേല് വയലന്റ് ആയിരുന്ന ആൾക്കാരൊക്കെ അല്ല നിർത്തിയില്ല, പുള്ളി വിട്ടുപോയില്ലേ. സമയം കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ചേട്ടന്മാരും ഒരു കാറിനടുത്ത് ഞെങ്ങി പോകണ്ടായിരുന്നു. ഭാഗ്യത്തോടെ പുറകിലുണ്ടായ ചേട്ടൻ മറ്റേ ചേട്ടൻ അതാ ബ്രോ ചാടി മാറണത് കേട്ടില്ലേ അല്ലേ? ചെറുതായിട്ട് തട്ടിയായിരുന്നു. പിന്നെ ആ ഒരു നേരത്തെ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും പുതിയൊരു സൈക്കിൾ കിട്ടിയില്ലേ, അത് ഇനി അങ്ങനെ സമാധാനിക്കല്ലേ ബ്രോ? നമ്മൾ വന്ന ആ വഴിയില്ലേ, ഇതിലേ പോണേ അല്ലേ? ബ്രോയുടെ നാട് മൊത്തം ഞങ്ങളെ ചുറ്റിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകട്ടോ. നല്ല സ്ഥലങ്ങളാട്ടോ. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ ഒരു സൈഡ് മൂവാറ്റുപുഴയാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ കണ്ടിട്ടങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകാനും തോന്നുന്നില്ല. അതുകൊണ്ടോ വെള്ളം അടിച്ച് കയറണുണ്ടോ ആ പുഴയെന്ന്. ഇങ്ങോട്ട് ഇറങ്ങുന്നവർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഇറങ്ങുന്നവർക്കെങ്കിലും പ്രശ്നമുണ്ടോ? പമ്പ് ഹൗസ് ആയതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ. അപ്പോൾ ആ ഒഴുകാണ് മൂവാറ്റുപുഴയാറ്. ഇതൊക്കെ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കൊണ്ടുവരണോ? വെള്ളം അടിച്ചിട്ട് കനാല് പോലെ ഒരു സംഭവത്തിലേക്ക് അടിച്ചു കൊണ്ടുവരുവാണ്. എന്നിട്ട് ഈ ജാതിയൊക്കെ നനയ്ക്കാനായിട്ട് അങ്ങനെ കൊണ്ടുപോകണം. അത് ഇപ്പോൾ പൈപ്പിൻ്റെ വണ്ണം കണ്ടോ, അതിൻ്റെ അകത്താണ് മോട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാവട്ടോ, ആ വെള്ളത്തിൻ്റെ സൗണ്ട്. എന്നെ സൗണ്ട് നോക്കിയത് ആ മോട്ടർ കറങ്ങണതിൻ്റെ സൗണ്ടാണ്. അത് എന്നാ ഫോഴ്സിലാണ് വരുന്നതെന്ന് അറിയോ? ഒരു കനാലുണ്ട്, കനാലത് കനാൽ വഴി കൊണ്ടുപോവാ. പുഴയിൽ നിന്ന് അടിച്ചു കയറ്റണത്. അങ്ങോട്ട് താഴേക്ക് കനാലുണ്ട്. ഒഴുകി പോകുന്നുണ്ട്. ഇത് കടവാട്ടോ. അത് കണ്ടോ, കടവാ. അതെ കണ്ടോ, ഇത് കണ്ടോ, സ്റ്റെപ്പ് വഴി ഇറങ്ങാം. ഇപ്പൊ ബ്രോയ്ക്ക് ധൃതി ഉണ്ട് പൊക്കോ. ഞങ്ങൾ ഈ കടവിലൊക്കെ ഇറങ്ങിയിട്ട് ഇത് കണ്ടിട്ടങ്ങ് പോകാൻ തോന്നല്ല. അതെയോ? ഇതിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു പാലം കാണാം കേട്ടോ. ആ പാലം ഏതാ ബ്രോ? അങ്ങ് കാണുന്നത് കോരങ്കടവ് പാലം. എന്തായാലും ഇറങ്ങാൻ നിൽക്കുന്നില്ല കേട്ടോ. റിസ്ക് കയറുന്നാലേ ഇല്ല വെള്ളത്തിന്. മൂവാറ്റുപുഴയാറ്
പാലമൊക്കെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷെ ഉള്ളിലേ ഇവിടെ ഒഴുക്കില്ല, ചിലപ്പോൾ അടിയിൽ ഒഴുക്ക് കാണും. അല്ല താഴത്തേക്ക് പോലെ മേളിക്കൂടെ. അല്ല ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാലൂത്തി നിൽക്കാൻ വിചാരിക്കണ്ട, അവിടെ ചെന്ന് കയറാൻ നോക്കണം എത്രയും പെട്ടെന്ന്. അല്ല നമ്മളെല്ലാം കടവ് പറ്റി ഇപ്പോൾ തമ്മാനിമറ്റത്ത് കടവുണ്ട്. അതെയോ? അവിടെയാണ് സാറിന് ആൾക്കാർ അതുകൊണ്ടാ ഈ എല്ലിടയിലേക്ക് വെള്ളം ഒഴുകി പോണതിൻ്റെ ഒരു ഇത് കണ്ട, പ്ലാസ്റ്റിക് ഒക്കെ കുടുങ്ങി കിടക്കണേ, ആ ലെവലിൽ വെള്ളം പോകണം കേട്ടോ. അമ്പോ എന്തോരം വെള്ളം പൊങ്ങൂലേ പുഴയില്. അതല്ലേ? ഓക്കെ. ആ കടമറ്റം കോലഞ്ചേരി ഒക്കെ ഇവിടുന്ന് റൈറ്റ്. നമ്മൾ പിറവൻ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ മറ്റേ അവിടുന്ന് വെള്ളം കൊണ്ടോണ കനാലാണ് അത്, തമ്പൂസിന്ന്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് രാമമംഗലം ടൗണിലേക്ക് വന്ന് കയറി. ബ്രോ ഇവിടുന്ന് തിരിഞ്ഞു പോവാ അല്ലേ? ഇവിടുന്ന് എന്തോരുണ്ട് വീട്ടിലേക്ക്? ഇവിടെ നിന്ന് തന്നെ ഒരു 7 കിലോമീറ്റർ. അത്രയല്ലേ? 7 കിലോമീറ്റർ ഇനിയുണ്ടോ? അപ്പൊ നമ്മളെ ഈ റോഡിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്നതാ അല്ലേ? ക്ലാസ്സിൽ കയറണ്ടല്ലേ? എന്നാ കിട്ടും. ഇനിയിപ്പം നമ്മുടെ അങ്ങോട്ട് വാ കേട്ടോ, നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ. ക്ലാസ്സിൽ പോയി കയറാം. ഗോ ടു യുവർ ക്ലാസ്. ക്ലാസ്സിൽ കയറി കറങ്ങി അടക്കം വെറുതെ എന്താ. അപ്പൊ ശരി ബ്രോ കേട്ടോ, കഴിയാൻ നിൽക്കുന്നില്ലല്ലോ. അതെ ഇനിയും പിടിച്ചു നിർത്തുന്നില്ല കേട്ടോ, ഞങ്ങളാട്ടോ പിടിച്ചു നിർത്തിയത്. നമ്മളാണ് പിടിച്ചു നിർത്തിയത്. അപ്പോൾ വിട്ടോ എന്നല്ലേ? ശരി. ഓക്കെ എന്നാ. അതേ പോണ ബ്രോ. അങ്ങനെ ഞങ്ങൾ രാമമംഗലം ടൗണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റോടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം കേട്ടാക്കിയിട്ട് നല്ല വിശപ്പല്ലേ, നല്ല ക്ലൈമ്പൊക്കെ ചവിട്ടിയിട്ട് അപ്പവും ഗ്രീൻ പീസും ആണ്. അപ്പോൾ സ്ഥലം പാമ്പാക്കുട. ഇവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് 2 വഴിക്ക് തിരിക്കുക കേട്ടോ. റോമി ബ്രോ ഇതിൽ നേരെ പിറവൻ റൂട്ട്, ഞാൻ നേരെ ഇതിലെ കൂത്താട്ടുളല്ല, ഇതേതാ വഴി എന്നൊരു പിടുത്തം കിട്ടുന്ന മണ്ണത്തൂർ ഇത് നേരെ MC റോഡിലേക്ക് കയറാം. അപ്പോൾ 2 വഴിക്ക് തിരിയുക. എന്നാൽ പൊക്കോട്ടെ എന്നാ. ഞങ്ങൾ വെള്ളത്തിൽ ചാടാൻ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു കനാലിൽ, പക്ഷേ ഇവിടെ നോക്കിയിട്ട് കനാലൊന്നും അടുത്ത് കാണുന്നൊന്നുമില്ല. അപ്പം വെയിലൊക്കെ ആയി പോയേക്കാം. എന്നാൽ ശരി ബ്രോ, ഓക്കെ എന്നാ. കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ. മണ്ണത്തൂരൊക്കെ പിന്നിട്ട് ഇപ്പം നേരെ MC റോഡിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നല്ല ചൂടാട്ടോ. ഞങ്ങൾക്ക് കനാലിലൊക്കെ ചാടുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ഇഷ്ടം പോലെ കനാലൊക്കെ ഉണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കനാലാണ്. വെള്ളം നിറഞ്ഞു പോകാനായിട്ട് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ചൂട് ഇത്ര ചൂടുള്ളതുകൊണ്ടാട്ടോ. നല്ല ഇപ്പോൾ 9:30 ആയിട്ടേ ഉള്ളൂ. 9:30 ആയെന്ന് പറയില്ല, ഒരു നട്ടുച്ചയായ ഒരു ഫീലാട്ടോ. അത്ര വെയിലാണ്. ഈ ചൂട് ഈ ആം സ്ലീവൊക്കെ വെറുതെ ആട്ടോ, ഒരു കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു ഈ ചൂടിനെ പ്രിവെൻറ്റ് ചെയ്യാനേ ഉള്ളൂ. ടാനൊക്കെ അടിക്കാതെ കിട്ടുന്നില്ല. ശരി, നല്ല രീതിയിൽ ചൂടടിച്ച് കയറുന്നുണ്ട് ശരീരത്തേക്ക്. ഈ സമയത്ത് വെയിൽ കൊള്ളുന്ന അത്ര ശരിയല്ല. നമ്മുടെ ഒരു മോർണിംഗ് റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 8-8:30 കൂടി നല്ല രീതിയിൽ വെയിലാവും. ആ ഒരു സമയത്ത് ഫിനിഷ് ചെയ്യും. ആ രീതിയിലൊക്കെ ഉള്ള റൈഡാണ് ഇനി കുറച്ച് മാസങ്ങൾ, ഏപ്രിൽ മെയ് ആദ്യ ആഴ്ചയൊക്കെ വരെ നല്ല ചൂടുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ അതാണ് നടപടിയാവില്ല. നമ്മളിങ്ങനെ വെയിൽ കൊണ്ട് നടക്കുന്നത് ശരിയല്ല. ലോങ് റൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വെയിൽ തുടങ്ങുന്ന സമയം മുതൽ ഏതെങ്കിലും തണലത്തൊക്കെ കയറി വിശ്രമിക്കുക, വെയിൽ ആറിയ ശേഷം റൈഡ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ചൂട് കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം കേട്ടോ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.